ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JMain 2019 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് നോഡൽ അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. When the switch S in the circuit shown is closed, then the value of current I will be. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടിലെ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ കറണ്ട് I എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കിർച്ചോഫിൻ്റെ കറണ്ട് ലോ അഥവാ KCL ഉപയോഗിച്ച് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാം. അക്കോർഡിംഗ് ടു കിർച്ചോഫ് കറണ്ട് ലോ, the algebraic sum of the current entering the junction is equal to sum of the current ലീവിങ് ദ ജംഗ്ഷൻ. അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ആവുന്ന കറണ്ടുകളും ഒരു ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെയും സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സർക്യൂട്ടിലുള്ള ഒരു ജംഗ്ഷനാണ് ജംഗ്ഷൻ സി അല്ലേ? നമ്മുടെ സർക്യൂട്ടിലുള്ള ജംഗ്ഷനാണ് ജംഗ്ഷൻ സി. അപ്പോൾ ജംഗ്ഷൻ സിയിലേക്ക് എൻ്റർ ആവുന്ന കറണ്ടാണ് I1. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എൻ്റർ ആവുന്ന കറണ്ടാണ് I2. ലീവ് ചെയ്യുന്ന കറണ്ടാണ് I. ഓക്കെ, നമുക്കറിയാം according to Ohm's law, the current flowing through a conductor is the ratio of potential difference to the resistance. അപ്പോൾ I is equal to V by R. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കണ്ടുപിടിക്കാം. ഈ I1 എന്ന് പറയുന്ന കറണ്ട് 2 ഓം റെസിസ്റ്ററിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ 2 ഓം റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലെ പൊട്ടൻഷ്യൽ 20 വോൾട്ട് ആണ്, അതർ എൻഡിൽ സി എന്ന ജംഗ്ഷനാണ്. സി എന്ന ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ നമുക്ക് VC എന്ന് കൊടുക്കാം. Current always flows from higher potential to lower potential. So, potential difference across the 2 ohm resistor is 20 minus VC divided by resistance 2 plus I2. ഇവിടെ കറണ്ട് ഒഴുകി വരുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടാണ്. സോ ബി ഈസ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് 10 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് സി ഈസ് VC ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് 4 ohm is equal to I. നമുക്ക് ഈ I കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഐയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഈക്വൽ ടു I എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? സിയിൽ നിന്ന് ഗ്രൗണ്ടിലോട്ടാണ്. സോ സി ഈസ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. സിയിലെ പൊട്ടൻഷ്യലാണ് VC. ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ 0 ആണ്, അവിടുത്തെ റെസിസ്റ്റൻസ് 2 ആണ്. സോ VC മൈനസ് 0/2 കറക്റ്റ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് VC കിട്ടും. VC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുവാണ്. 20/2 ഈസ് 10 മൈനസ് VC/2 പ്ലസ് 10/4 ഈസ് 2.5 മൈനസ് VC/4 ഈസ് ഈക്വൽ ടു VC/2. 10 പ്ലസ് 2.5 ദാറ്റ് ഈസ് 12.5 ഈസ് ഈക്വൽ ടു VC/2 പ്ലസ് VC/2 പ്ലസ് VC/4. ബാലൻസ് പുറത്ത് ചെയ്യാം. 12.5 ഈസ് ഈക്വൽ ടു VC ഇൻറ്റു 1/2 പ്ലസ് 1/2 ഈസ് 1 പ്ലസ് 0.25 ദാറ്റ് ഈസ് 1.25. ദാറ്റ് ഈസ് 1.25 12.5 മുമ്പ് കട്ട് ചെയ്യുമ്പോൾ 10 വരും. സോ VC ഈസ് 10 വോൾട്ട്. അപ്പോൾ VCയുടെ വാല്യൂ നമുക്ക് കിട്ടിയാൽ I കിട്ടാൻ വളരെ എളുപ്പമാണ്. I ഈസ് ഈക്വൽ ടു VC/2 ദാറ്റ് ഈസ് 10/2. I ഈസ് 5 ആംപിയർ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 5 ആംപിയർ.